السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا مولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ നേതാക്കൾ, സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു റമദാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു. ജീവിതത്തിൽ ഇനിയും പലതവണ സ്വീകരിക്കാനും യാത്രയാക്കാനും നമുക്കും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാണ്. 1990 കാലത്ത് മുതൽക്ക് എന്ന് പറഞ്ഞാൽ 35 വർഷങ്ങൾക്ക് മുമ്പ് റമദാനിൽ ഇവിടെ അന്ന് മുതലേ വരാറും സംസാരിക്കാറും ഉണ്ട്. അന്ന് നമ്മുടെ കൂടെ സ്റ്റേജിലും സദസ്സിലും ഉണ്ടായിരുന്ന പ്രഗത്ഭരായ ആത്മാർത്ഥതയുള്ള നമ്മുടെ നേതാക്കളിൽ പലരും, പ്രവർത്തകരിൽ പലരും, സഹായികളിൽ പലരും ഇപ്പോൾ ഖബറിലാണ്. അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാണ്. അൽഹംദുലില്ലാഹ്, എല്ലാവരും ഈ ഭൗതികമായ ലോകത്ത് വരികയും പോവുകയും ചെയ്യും. അതാണല്ലോ ഈ ലോകത്തിൻ്റെ ഒരു വലിയ ഒരു ദുർബലത. കാലകാലം താമസിക്കാനുള്ള വീടോ സ്ഥലമോ അല്ല ഈ ലോകത്തെ ജീവിതം. മഹാനായ ഇബ്രാഹിമിനു അദ്ഹം റളിയല്ലാഹു അൻഹു രാജാവായിരുന്ന സമയത്ത് ഒരാൾ കയറി വന്നു. കൊട്ടാരത്തിൽ പെട്ടെന്ന് കയറി വന്ന് അദ്ദേഹം ചോദിച്ചു, ഇത് മുസാഫിർ ഖാനയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ രാജാവിന് സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കൂലേ, കൊട്ടാരത്തിൽ വന്ന് മുസാഫിർ ഖാനയല്ലേ എന്ന് ചോദിച്ചാൽ. ഇത് മുസാഫിർ ഖാനയല്ല, എൻ്റെ കൊട്ടാരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആള് ചോദിച്ചു, ഇവിടെ മുമ്പ് ആരായിരുന്നു താമസിച്ചിരുന്നത്? അപ്പോൾ പറഞ്ഞു, അതെൻ്റെ ബാപ്പയാണ്. അദ്ദേഹത്തിന് മുമ്പ് ആരായിരുന്നു? അത് അദ്ദേഹത്തിൻ്റെ പിതാവാണ്. അങ്ങനെ കുറേ പറഞ്ഞു. ചോദിച്ചു, ഞാനും അതിനല്ലേ പറഞ്ഞത്, മുസാഫിർ ഖാനെയാണ്. അവരൊക്കെ ഇപ്പോൾ ഇവിടെ? അവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ വരുന്നവരെല്ലാം വരുന്നു പോകുന്നു, അതല്ലേ മുസാഫിർ ഖാൻ. അപ്പം നമ്മളെല്ലാവരും മുസാഫിരീങ്ങളാണ്, യാത്രയിലാണ്. ഈ യാത്ര അവസാനിക്കുന്ന സമയം ജീവിതത്തിൻ്റെ തുടക്കമാണ്. ലഹിയൽ ഹയവാൻ എന്ന് ഖുർആൻ പറഞ്ഞ പാരത്രിക ലോകത്തിൻ്റെ ജീവിതം, അതാണ് യഥാർത്ഥ ജീവിതം. അതിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കിടയിൽ നമ്മൾ ബിസിനസ് നടത്തുന്നുണ്ട്, യാത്രക്കിടയിൽ ജോലി എടുക്കുന്നുണ്ട്. കാരണം ഈ യാത്രയും നമുക്ക്
അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നടക്കണം എന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഈ യാത്രയിൽ പോകുന്ന സ്ഥലത്തേക്ക് നമ്മുടെ യാത്രയിൽ ഉണ്ടാകുന്ന ദുർബല നിമിഷങ്ങളിലെ അരുതായ്മകൾ അവകൾ കഴുകി വൃത്തിയാക്കാനുള്ള അവസരം, പോകുന്ന സ്ഥലത്തേക്ക് ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയത് സമ്പാദിക്കാനുള്ള അവസരം, ലോകസഠാവായ അള്ളാഹുവിൻ്റെ അടിമകളായ നമുക്ക് അള്ളാഹുവിനെ കാണാനുള്ള സംവിധാനം ലഭ്യമാകാൻ ഉള്ള അവസരം. അങ്ങനെ ഒരുപാട് നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമാകുന്നത്. റമദാനിൻ്റെ മഹത്വമൊന്നും നിങ്ങളോട് ആരോടും പ്രസംഗിക്കേണ്ടതില്ല, എല്ലാവർക്കും അത് നന്നായി അറിയാം. പരിശുദ്ധ ഖുർആൻ റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞ ഒറ്റ ഒരു വാചകം, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ ഒരൊറ്റ വാക്ക്, അത് മാത്രം മതി റമദാനിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. ഒരു കാലഘട്ടത്തിൽ വലിയ റൗഡികളായും മനുഷ്യത്വമില്ലാത്തവരായും അക്രമികളായും അനീതിയും അരാജകത്വവും അഴിമതിയും എല്ലാം ജീവിതത്തിൽ ഒരു അഭിമാനമായി കണ്ടിരുന്ന ആളുകൾ ലോകസഠാവായ അള്ളാഹുവിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെ വെറും അന്ധവിശ്വാസികളായി കാണുന്ന അചേതന വസ്തുക്കൾ വരെ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു കാലം. പരസ്പരം മത്സരങ്ങളും പരസ്പരം കൊലയും അക്രമവും വീമ്പിളക്കലും ഭീഷണിപ്പെടുത്തലും ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കാലത്ത് സർവ മനുഷ്യരെയും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ലോകസഠാവായ അല്ലാഹു നിയോഗിച്ചയച്ച ഏറ്റവും ഉത്തമരായ സൃഷ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത തുല്യതയില്ലാത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ ആയത്തുകൾ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനം മാറി. അതുപോലെ ഖുർആനിലെ ആയത്തുകൾ കേട്ടപ്പോൾ പലരുടെയും മനം മാറി. അവരിൽ വിശുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെയും നന്മയുടെയും എല്ലാ ആശയങ്ങളും അവരുടെ ഹൃദയത്തിൽ പൊട്ടിമുളച്ചു. ആ ഖുർആൻ ഇറങ്ങിയ മാസം എന്നത് തന്നെ ഈ മാസത്തിൻ്റെ അതിമഹത്തായ ഒരു പ്രത്യേകതയാണ്. അതാണ് ഖുർആൻ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ ഇറങ്ങിയത് ഒരു രാത്രിയിലാണെന്ന് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അത് ഖദ്റിന്റെ രാത്രിയിലാണ്. ഖദ്ർ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മഹത്വത്തിന്റെ രാത്രി, ഇടുക്കത്തിന്റെ രാത്രി, കണക്കാക്കുന്ന രാത്രി, ഇങ്ങനെയൊക്കെ അതിന് അർത്ഥം ഉണ്ട്. ഏറ്റവും വലിയ മഹത്വമുള്ള രാത്രി, മലക്കുകളാൽ ഭൂമി മുഴുവനും നിറഞ്ഞു ഇടുങ്ങിപ്പോകുന്ന രാത്രി, ഈ ലോകത്തിലെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾക്ക് ഒരു വർഷത്തെ ബജറ്റ്, ഒരു വർഷത്തെ പദ്ധതികൾ ലൈലത്തുൽ ബറാഅത്തിന്റെ ദിവസം കാണിച്ചു കൊടുക്കുകയും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ അത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കണക്കിന്റെ രാത്രി, ഇങ്ങനെയെല്ലാം ആ വാക്കിന് അർത്ഥമുണ്ട്. ആ ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറങ്ങി.
ആ രാത്രി ഉൾക്കൊള്ളുന്നത് കൊണ്ട് ആ മാസത്തിന് മുഴുവനും അള്ളാഹു വലിയ സവിശേഷതയും ബഹുമാനവും നൽകി. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, ആ റമദാനിലെ നോമ്പ് അള്ളാഹു നിങ്ങൾക്ക് ഫർളാക്കി. നോമ്പ് എന്നത് അതിമഹത്തായ ഒരു ഇബാദത്താണ്. നമുക്കറിയാവുന്നതുപോലെ രാവിലെ മുതൽ സുബഹി മുതൽ മഗ്രിബ് വരെ ഒരു വലിയ ഇബാദത്തിലായി ഒരു മാസം പൂർണ്ണമായും മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു. അവർ കച്ചവടം ചെയ്യുമ്പോഴും ജോലിയെടുക്കുമ്പോഴും ഒക്കെ അവർ മഹത്തായ ഒരു ഇബാദത്തിലാണ്. അതിൻ്റെ പ്രതിഫലം ഓരോ സെക്കൻഡിലും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിസ്കാരം പോലെയല്ല, നിസ്കാരം ഒരു വലിയ പ്രധാനപ്പെട്ട ഇബാദത്താണെങ്കിലും ആ ഇബാദത്തിൽ കൈകാലുകൾ അനാവശ്യമായി അനക്കാൻ പാടില്ല, മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല, നിസ്കാരത്തിൽ നെഞ്ച് കായബയിലേക്കല്ലാതെ തിരിയാൻ പാടില്ല, നിസ്കാരത്തിൽ ഔറത്ത് പുരുഷന്റെ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം, സ്ത്രീയുടെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. അങ്ങനെയുള്ള ഒരു ഇബാദത്താണ് നിസ്കാരം. പക്ഷേ അത് ചുരുങ്ങിയ സമയം കൊണ്ട് തുടങ്ങി അതോടുകൂടി അവസാനിക്കാൻ കഴിയുന്ന ഒരു ഇബാദത്താണ്. ഞാൻ പലപ്പോഴും പല സ്റ്റേജുകളിലും ഉണർത്തിയിട്ടുണ്ട്, നിസ്കാരത്തിൽ കൈകാലുകൊണ്ട് കളിക്കാൻ പാടില്ല. പലരും ഹാഫ് ഷർട്ടും തുണിയും എടുക്കുന്നവർ, പാൻറ്റുടുത്ത് ഹാഫ് ഷർട്ട് ഇടുന്നവർ പലരും അത് ഇൻസിഡാക്കുന്നതോടുകൂടി ഷർട്ട് ഉള്ളിലേക്ക് പോകും. അപ്പോൾ പിന്നെ ആ ഷർട്ട് കൊണ്ട് ശല്യം ഉണ്ടാവില്ല. മറ്റു ചിലരൊക്കെ, ഞാൻ ഇന്നലെയും നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ടീഷർട്ട് ഇട്ട് പാൻറ്റും ധരിച്ച് അദ്ദേഹം നിസ്കരിക്കുന്നു. ഓരോ എഴുത്തിദാലിലും അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് മുന്നിലും ബേക്കിലും പിടിച്ചിങ്ങനെ താഴ്ത്തുന്നു. അതോടുകൂടെ നിസ്കാരം ബാത്തിലായി പോകുന്നു. അദ്ദേഹത്തിനത് മനസ്സിലാകുന്നില്ല. അങ്ങനെ എത്ര ആളുകളാണ് നിസ്കാരത്തിൽ കൈയും കാലും അനക്കാൻ പാടില്ല എന്ന വിവരമില്ലാത്തത് കൊണ്ട് നിസ്കാരം ബാത്തിലായി പോകുന്നവർ എത്രയോ ഉണ്ട്. മൂന്നനക്കം തുടർച്ചയായി അനങ്ങുമ്പോൾ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ഇബാദത്താണ് നിസ്കാരം. കാരണം ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്നതിനിടയിൽ ചെറിയൊരു സമയം നമ്മൾ ക്ഷമിച്ച് നിന്നാൽ മതി, അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് നിന്നാൽ മതി. അപ്പോൾ പിന്നെ മറ്റുള്ളതിനൊന്നും അവരുടെ സമയം കാണൂല. ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ചില ആത്മീയത വാദിക്കുന്ന ചില ആളുകൾ, അവരുടെ പിന്നാലെ ചിലർ വലിയ വിലയുള്ള, വളരെ മഹത്വമുള്ള, വളരെ ആകർഷണീയമായ മുസല്ലയും എടുത്തു പോയി അവർ പള്ളിയിൽ എല്ലാവരും നിസ്കരിക്കുന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ അല്ല മൂപ്പർക്ക് അങ്ങനെ പറ്റില്ല, മൂപ്പർക്ക് വലിയൊരു മുസല്ല കൊണ്ടുപോയി വിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു സ്ഥലത്ത് പറയുന്നുണ്ട്, മോനെ നീ എന്തിനാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? അള്ളാഹുവിനോട് മാപ്പ് പറയാൻ നിൽക്കുകയല്ലേ? അള്ളാഹുവിലേക്ക് മനസ്സും ശരീരവും തിരിച്ച് അള്ളാഹുവിനോട് നിരന്തരം മാപ്പ് പറയാനും നല്ലത് ചോദിച്ചു വാങ്ങാനും നിൽക്കുകയല്ലേ? അങ്ങനെ നിൽക്കുന്ന നീ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഖ്തിനി വആഫിനി, എൻ്റെ റബ്ബേ എനിക്ക് പൊറുക്കണം, എനിക്ക് കാരുണ്യം ചെയ്യണം, എനിക്ക് മാപ്പ് നൽകണം എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന നീ, അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി പറയുന്ന നീ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന് തുടക്കം മുതലേ ആവർത്തിച്ച് പറയുന്ന നീ,
സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അല്ലാഹുവിനെ വളരെ പുകഴ്ത്തി ഏറ്റവും ഉന്നതനാണവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പരിശുദ്ധത വാഴ്ത്തുന്ന നീ അത്തഹിയാത്തിലേക്ക് കടന്ന് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, എല്ലാ കാണിക്കകളും എല്ലാ തിരുമുൽ കാഴ്ചകളും നിസ്കാരവും ഇബാദത്തും എല്ലാ കർമ്മങ്ങളും അല്ലാഹുവിനാണ് എന്ന് പറയാൻ വേണ്ടി പോകുന്ന നീ, ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, രാജാവിനോട് ഞാൻ മാപ്പ് പറയണമെങ്കിൽ ഞാൻ നിൽക്കുന്ന എൻ്റെ വിരിപ്പ് വളരെ മഹത്വമുള്ളതായിരിക്കണം, വളരെ പവറുള്ളതായിരിക്കണം എന്നാണോ നിന്റെ മനസ്സിലെ ചിന്ത? എങ്കിൽ നീയാണോ രാജാവിനോട് മാപ്പ് പറയുന്നവൻ എന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. സുജൂദാണല്ലോ നിസ്കാരത്തിൽ ഏറ്റവും മഹത്വമുള്ള ഒരു പ്രവൃത്തി. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, അല്ലാഹുമായി അടിമ ഏറ്റവും അടുക്കുന്ന സമയം സുജൂദ് ചെയ്യുന്ന സമയമാണ്. കാരണം എന്താണ് സുജൂദിന് അത്ര വലിയ മഹത്വം വരാൻ? യജമാനന്റെ മുമ്പിൽ ശരീരത്തിലെ ഏറ്റവും ബഹുമാനമുള്ള അവയവം അത് മനുഷ്യന്റെ മുഖമാണ്. മുഖത്തേക്കാൾ ബഹുമാനമുള്ള ഒരു സ്ഥലം ശരീരത്തിൽ വേറെയില്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, അവൻ്റെ മുഖത്ത് നോക്കി ഞാനെങ്ങനെ പറയും എന്നൊക്കെ നമ്മൾ പറയും. മുഖം എന്ന് പറയുന്നത് വലിയ ആദരവുള്ള ഒരു സ്ഥലം. അങ്ങനെയുള്ള മുഖം ഭൂമിയിലേക്ക് താഴ്ത്തി ലോകസത്താവായ അള്ളാഹുവിന് സുജൂദ് ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ താഴ്മയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സുജൂദിന് വലിയ മഹത്വമുണ്ടായി. ആകയാൽ നിസ്കാരം ഏറ്റവും താഴ്മ പ്രകടിപ്പിക്കുന്ന ഒരു ഇബാദത്താണ്. അതിന് ശുദ്ധിയും ബുദ്ധിയും ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കലും നെഞ്ഞ് ഖിബലയിൽ നിന്ന് തിരിയാതിരിക്കലും ഔറത്ത് മറക്കലും, അങ്ങനെ കുറേയേറെ നിബന്ധനകളുണ്ട്. നജസ് ഉണ്ടാകാൻ പാടില്ല, അതേപോലെ വുളു നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിബന്ധനകളോടുകൂടി ചെയ്യുന്ന ഒരു വലിയ കർമ്മമാണ് നിസ്കാരം. അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ താഴ്മ പ്രകടിപ്പിക്കുന്ന ഇബാദത്താണ്. ആ ഇബാദത്ത് ചെയ്യുന്ന നീ ഒരു അഹങ്കാരിയാകരുത് എന്നാണ് ഇമാം ഷാറാനി പറഞ്ഞതിന് അർത്ഥം. അല്ലാതെ ഒരു നല്ല മുസല്ല വിരിച്ചാൽ അത് ഹറാമാണ് എന്നല്ല. നീ എനിക്ക് അങ്ങനെയുള്ളൊരു മുസല്ല കിട്ടിയാലേ നിസ്കരിക്കുള്ളൂ എന്നൊരു അഹങ്കാരം നിനക്കുണ്ടായത്. എൻ്റെ യജമാനനോട് മാപ്പ് പറയാൻ ഞാൻ ഏത് മുസല്ല കിട്ടിയാലും, ഒരു മുസല്ലയും കിട്ടിയില്ലെങ്കിലും, എനിക്ക് പള്ളിയാക്കി തന്നിട്ടുണ്ട് അള്ളാഹു തആല ഭൂമി മുഴുവനും. ആ മണ്ണിൽ ഞാൻ എൻ്റെ മുഖം കുത്തും. അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ആരാധനയായി ഞാൻ സുജൂദ് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരമാകണം നിൻ്റേത്. അതുകൊണ്ട് നല്ല മുസല്ല ഉണ്ടായിരുന്നു, നല്ല കാർപ്പറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥമല്ല. പറഞ്ഞതിനർത്ഥം ആ ഒരു അഹന്തയോടുകൂടിയല്ല നിസ്കാരം നിർവഹിക്കേണ്ടത് എന്നതാണ്. ആ നിസ്കാരം ചുരുങ്ങിയ സമയമാണ്. ആ നിസ്കാരം വലിയ പുണ്യമുള്ള അമലാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഏത് തെറ്റുകളിൽ നിന്നും മനുഷ്യരെ തടയാൻ മാത്രം ആത്മീയ ശക്തിയുള്ള ഒരു അമലാണ് നിസ്കാരം. അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്നതിൻ്റെ പുറമെ ആ നിസ്കാരത്തിൽ അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കലും, ആ നബിതങ്ങൾക്ക് സലാം പറയലും, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലും, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മദ്ഹ് പറയലും ഒക്കെ നിസ്കാരത്തിലുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് അത് പൂർത്തിയാകുന്നത് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മദ്ഹ് പറയുമ്പോഴാണ്, അത് അംഗീകരിക്കുമ്പോഴാണ്. ആ നിസ്കാരം അതിൽ ഡയറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കലുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, താഴ്മയോടുകൂടി ഹബീബിനെ വിളിച്ച് സലാം പറയലുണ്ട്. പറയുമ്പോൾ അവിടുന്ന് നമുക്ക് സലാം അടക്കുമെന്ന് ഹദീസിൽ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. മറ്റുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും നിസ്കാരത്തിൽ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണല്ലോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം വേണം,
അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ എല്ലാ അടിമകൾക്കും സമാധാനം വേണം, രക്ഷ വേണം എന്ന് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങുന്നുണ്ട്. ഞങ്ങളെല്ലാവരും നിനക്ക് തന്നെയാണ് ഇബാദത്ത് ചെയ്യുന്നത്, നിനക്ക് മാത്രമാണെന്ന് പ്രഖ്യാപിക്കലുണ്ട്. സർവ വിഷയങ്ങളിലും സർവ വിജയങ്ങളും സർവ സഹായങ്ങളും ലഭിക്കാൻ വഇയ്യാക നസ്തഈൻ, നിന്നോട് തന്നെ ഞങ്ങൾ സർവ വിഷയങ്ങളിലും സഹായം ചോദിക്കുന്നു എന്ന താഴ്മയുടെ വാചകമുണ്ട്. ലോകത്ത് ആര് മുഖേന എന്ത് സഹായം കിട്ടിയാലും അതെല്ലാം നിന്നിൽ നിന്നാണ്. അതിനാൽ നിന്റെ സഹായമില്ലാതെ ആരുടെ സഹായവും ലഭിക്കില്ല എന്ന് സമ്മതിച്ച് പ്രഖ്യാപിക്കുന്ന വാചകമാണ് വഇയ്യാക നസ്തഈൻ. എന്നിട്ട് അള്ളാഹുവിനോട് താഴ്മയോടുകൂടി നമ്മുടെ ഹിദായത്ത് നിലനിർത്തി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ പ്രാർത്ഥന മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് ശരിയായ ഉത്തരം ലഭിക്കാൻ ആ പ്രാർത്ഥനകൾ ഇന്നേ വരെ നടത്തിയ മഹാന്മാരുടെ വഴിയിൽ തന്നെ എന്നെ നിർത്തിത്തരണം എന്ന്, മഹാന്മാരുടെ വഴി പിന്തുടരുന്നതിൽ നിന്ന് എന്നെ ഒരിക്കലും മാറ്റിക്കളയരുത് എന്ന ദുആയുമുണ്ട്. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അതിൻ്റെ പുറമെ സത്യത്തിൻ്റെ എതിരാളികളായ ആളുകളിൽ ഞാൻ ഒരിക്കലും ചേർന്നു പോകരുതെന്നും അവരുമായി എനിക്കൊരു ബന്ധവും ഉണ്ടാകരുതെന്നും, അതാണ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള ഇബാദത്താണ് നിസ്കാരം. അത് ചെറിയ സമയം കൊണ്ട് കഴിയുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. ഇമാമായി നിസ്കരിക്കുന്നവർ പിന്നിലുള്ള ആളുകളുടെ സൗകര്യം നോക്കാതെ നീട്ടി നിസ്കരിക്കാൻ പാടില്ലെന്നാണ് നിയമം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരാൾ പോയി മുആദ് റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് നിസ്കരിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു അല്പം നീട്ടി ഓതിക്കളഞ്ഞു. അദ്ദേഹത്തിന് വേഗം പോകാനുണ്ടായിരുന്നു. അദ്ദേഹം വിട്ടുപിരിഞ്ഞ് നിസ്കാരം പൂർത്തീകരിച്ച് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. ആൾക്കാർക്ക് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു. അയാൾ ശരിയില്ല, അയാൾ നമ്മുടെ ഇമാമിനെ കാത്തു നിന്നില്ല, അയാൾ വിട്ടുപിരിഞ്ഞു പോയി എന്ന് എനിക്ക് കുറ്റം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിനത് ടെൻഷനായി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്ന് കംപ്ലൈന്റ് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. നീട്ടി നിസ്കരിച്ച വകയിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അല്പം ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫത്താനുൻ അൻത, നീ ഫിത്നക്കാരനാണോ എന്ന് ചോദിച്ചു. ഫിത്നക്കാരനല്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. നിന്റെ വേക്കിൽ നിസ്കരിക്കുന്നവരിൽ ദുർബലന്മാരുണ്ടാകും, അതേപോലെ തന്നെ ആരോഗ്യമില്ലാത്തവരുണ്ടാകും. അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നിസ്കരിക്കാൻ. പോകാൻ ആവശ്യമുള്ളവരുണ്ടാവും, അവരൊക്കെ പരിഗണിച്ചു വേണം ഇമാമത്ത് നിസ്കരിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകി. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള ഇമാമിങ്ങൾക്ക് വലിയ പാഠം ലഭിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ സമയത്തിനുള്ളിൽ നിർവഹിക്കാവുന്ന ഇബാദത്താണ് നിസ്കാരം. എത്രയും നീട്ടി നിസ്കരിച്ചാൽ നല്ലതാണ്, പക്ഷേ അത് ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരമായിരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട നിസ്കാരം നിർവഹിക്കും. ഒരു റകഅത്തിൽ 100 ആയത്ത്, അതേപോലെ റുകൂയിൽ 100 തസ്ബീഹ്, അതേപോലെ സുജൂദിൽ 100 തസ്ബീഹ്. അങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും. ഒറ്റക്ക് നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരം. അങ്ങനെ നിസ്കരിച്ചതിന്റെ പേരിലാണ് അവിടുത്തെ കാലിന് നീര് കെട്ടി വീർത്തു പോയത്. ആ സമയത്ത് ഐഷ റളിയല്ലാഹു അൻഹ, എന്തിനാണ് അവിടുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അങ്ങയ്ക്ക് ദോഷങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ഐഷ എന്ന് ചോദിച്ചു. അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന അടിമക്ക് അള്ളാഹുവുമായി നീണ്ട സമയം സംഭാഷണം നടത്തുന്നതിൽ വലിയ താല്പര്യമായിരിക്കും. അതേസമയത്ത് ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തിയില്ലാത്ത ആളുകൾക്ക് അത് വലിയ ഭാരമുള്ള കാര്യമാണ് നിസ്കാരം. എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന ചിന്തയാണ് ഉണ്ടാവുക. അപ്പൊ നിസ്കാരം അങ്ങനെയുള്ള ഒരു ഇബാദത്താണ്. നോമ്പ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നോമ്പ് സുബിഹി മുതൽക്ക് മഗ്രിബ് വരെ നീണ്ട ഇബാദത്താണ്. അതൊരു മിനിറ്റും ചുരുക്കാൻ പറ്റൂല. അതങ്ങോട്ട് സമയമായ ഉടനെ നോമ്പ് തുറക്കണം, അതാണ് സുന്നത്ത്. കാരണം ഇതുവരെ ഞാനതൊരു താല്പര്യമില്ലാത്ത വിധത്തിൽ എനിക്ക് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട തിന്നൊന്നുമല്ല. എൻ്റെ യജമാനൻ
എപ്പോഴാണോ ഭക്ഷണവും വെള്ളവും നിർത്താൻ പറഞ്ഞ അപ്പം ഞാൻ നിർത്തി. എൻ്റെ യജമാനൻ എപ്പോഴാണോ എനിക്ക് അനുമതി തരുന്നത് അപ്പം ഞാനത് തുറക്കും. അതാണ് നോമ്പ് തുറക്കൽ. അത് വേഗത്തിലാകണം എന്ന് പറഞ്ഞു. വേഗത്തിലാണെന്ന് സമയത്തിന് മുമ്പാകണമെന്നല്ല, സമയമായാൽ പെട്ടെന്ന് തന്നെ തഅ്ജീലുൽ ഫുത്തൂർ സുന്നത്താണ്. അതേ സമയത്ത് തഅഖീറുസ് സുഹൂർ അതും സുന്നത്താണ്. അത്താഴം പരമാവധി ലാസ്റ്റാക്കുക എന്ന് പറഞ്ഞാൽ സംശയത്തിലാക്കുക എന്നല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചാൽ ഒരു 50 ആയത്തോന്ന സമയം സുബ്ഹി ബാങ്കിന് ബാക്കിയുണ്ടാവും. അപ്പോൾ നേരത്തെ കഴിക്കുന്നതല്ല നല്ലത്. ചിലർ നേരത്തെ അത്താഴം കഴിച്ച് കിടക്കുന്നവരുണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ആരോഗ്യത്തിനും നല്ലതാണ്. പക്ഷേ ആ അത്താഴത്തിൻ്റെ യഥാർത്ഥ സമയത്ത് എഴുന്നേറ്റ് ഒരു 3 കാരക്ക നിന്ന് ആ സമയത്ത് അത്താഴം കഴിക്കാതെ നിയത്തും ചെയ്യാം. എന്നാൽ കാരക്ക നിയമം പറഞ്ഞാണ് കാരക്കയെ കൂടുതൽ ഉഷാറായി. അപ്പോൾ എന്തായി, നമുക്ക് തഅഖീറുസ് സുഹൂർ അത്താഴം കഴിക്കൽ പിന്തിച്ച സുന്നത്ത് കിട്ടി. നേരത്തെ കഴിച്ച ഭക്ഷണമൊക്കെ കഴിച്ചത് വേറുണ്ട്. ഏതായിരുന്നാലും ശരി, ഭക്ഷണം കഴിക്കാൻ അനുവദിച്ച സമയം, ആ സമയത്തിൻ്റെ ലാസ്റ്റും ഞാൻ കഴിക്കാൻ സന്നദ്ധനാണ്, ഞാൻ കഴിക്കും. അത് ഒരു കുഴപ്പത്തിലാകാത്ത വിധത്തിൽ ഞാനതവിടെ നിർത്തുന്നു അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം. ഇനി അത് എനിക്ക് അനുവദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ നോമ്പ് മുറിക്കുന്നു. അതാണ് തഅ്ജീലുൽ ഫുത്തൂർ, നോമ്പ് മുറിക്കലിനെ ഉടരിപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഇബാദത്ത്, സുബ്ഹി മുതൽക്ക് മഗ്രിബ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഇബാദത്ത്. ആ ഇബാദത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്, നിസ്കാരം പോലെയല്ല. നിസ്കാരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്തിൽ ഒരാൾ വിസർജിച്ചാൽ നിസ്കാരം ബാത്തിലായി പോയി. നോമ്പുകാരന് വിസർജിച്ചുകൂടാന്നില്ല. നോമ്പുകാരന് അതെ ബാത്റൂമിൽ കയറി കൂടാന്നില്ല. നോമ്പുകാരന് ഖിബിലക്ക് തന്നെ തിരിഞ്ഞിങ്ങനെ ഇരിക്കണം എന്നില്ല. നോമ്പുകാരൻ ബാത്റൂമിൽ കയറി കുളിക്കുമ്പോൾ അവൻ്റെ മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള സ്ഥലം വേറെ ആരും കാണാനൊന്നുമില്ലല്ലോ. വെളിവായി പോയാൽ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിസ്കരിക്കുമ്പോൾ അങ്ങനെയല്ല, ഒറ്റക്ക് റൂം അടച്ചിട്ട് നിസ്കരിക്കുമ്പോഴും ആ സ്ഥലം തുറന്നിട്ടുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലായിരിക്കും. അപ്പൊ നോമ്പ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നമാ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അല്ലാഹു എളുപ്പം മാത്രമേ നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നോമ്പിന് നിസ്കാരം പോലെയുള്ള നിബന്ധനകൾ വെച്ചിരുന്നെങ്കിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പിന് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അനുവദിച്ചു. അതേസമയം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് തുറന്ന ദ്വാരത്തിലൂടെ ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അത് ഭക്ഷണമാകണമെന്നില്ല. എന്തെങ്കിലും ഒരു സാധനം വായിലൂടെയോ മൂക്കിലൂടെയോ കയറ്റിയാൽ, അല്ലെങ്കിൽ കാതിലൂടെ കയറ്റിയാൽ, ഉള്ളിലേക്ക് തുറന്ന ദ്വാരത്തിലൂടെ വല്ലതും കയറിയാൽ കയറ്റിയാൽ നോമ്പ് ബാത്തിലായിപ്പോ. മനഃപൂർവ്വം ചെയ്താലാണ് ബാത്തിലാകുന്നത്. ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈച്ച ഉള്ളിലേക്ക് അങ്ങോട്ട് പോയാലോ, അയാൾ മനഃപൂർവ്വം ചെയ്തതല്ല. അതേപോലെ തന്നെ ഉള്ളിലേക്ക് പോയ ഒരു സാധനം പുറത്തേക്ക്, ഉദാഹരണത്തിന് ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് ബാത്തിലായി പോകും. അങ്ങനെ ഛർദ്ദിക്കാൻ പാടില്ല. അതേപോലെ നോമ്പിന് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് വലിയ തെറ്റാണ്. ശരീരത്തെ പിടിച്ചു വെക്കണം. ഭാര്യയെ ചുംബിക്കാൻ പാടുണ്ടോ? ചുംബിക്കരുത് എന്നാണ് നിയമം. അഥവാ ഒരാൾ ചുംബിച്ചാൽ അതിനാൽ സ്ഖലനമുണ്ടായെങ്കിൽ നോമ്പ് ബാത്തിലായിപ്പോ, ഇല്ലെങ്കിൽ ബാത്തിലാവൂല. പക്ഷേ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ ഇല്ലാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതേപോലെ നോമ്പുകാരൻ നോമ്പിലേക്ക് കടക്കുന്ന സമയത്ത് ശുദ്ധി ഉണ്ടാകണം എന്നില്ല. രാത്രിയിൽ ജനാബത്തുണ്ടായ ഒരാൾ, അദ്ദേഹം രാവിലെ സുബഹിയാകുന്ന സമയത്ത് ജനാബത്തുണ്ട്, പക്ഷേ രാത്രി തന്നെ അവൻ നോമ്പിന് നിയ്യത്ത് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. സുബഹിയായതിനു ശേഷമാണ് കുളിച്ചത്, അതിന് കുഴപ്പമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിനുള്ളതുപോലെ ശുദ്ധി നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ ശുദ്ധി ഉണ്ടാകണം എന്നില്ല. അറിയാതെ സ്ഖലനമുണ്ടായാൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല. മനഃപൂർവം സ്ഖലനം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും, നോമ്പ് ബാത്തിലാവും. പാടില്ല. ഭാര്യയുമായി
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നോമ്പ് ബാത്തിലാക്കിയാൽ അവന് വലിയ കടുത്ത പിഴയാണ്. അവൻ അതിന് പകരം 60 നോമ്പെടുക്കണം. അടിമകൾ മോചിപ്പിക്കാനൊന്നും നിന്ന് കഴിയില്ലല്ലോ. 60 നോമ്പ് മുത്തത്താബിഐനി, തുടർച്ചയായ 60 നോമ്പ് 59 ദിവസം നടത്തി. 59ാമത്തെ ദിവസം എന്തോ രോഗമായി, 60ാമത്തെ നോക്കാൻ എന്നാൽ ആദ്യം മുതൽ പിന്നെയും തുടങ്ങണം. അതിന് കഴിയാത്തവർക്കാണ് 60 സാധുക്കൾക്ക് ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞത്. അത് ഈ മഹത്തായ ഇബാദത്ത് അങ്ങനെ ഒരു കാരണത്താൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നതിനു വേണ്ടി അല്ലാഹു തആല വെച്ച ഒരു ശക്തമായ നിയമമാണ്. ഏതായിരുന്നാലും നോമ്പ് അത് വളരെ മഹത്വമേറിയ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകണം, ഞാൻ രാവിലെ മുതൽ മഗ്രിബ് വരെ ഒരു വലിയ ഇബാദത്തിലാണ്. ഞാൻ ശഅബാനിലുള്ളത് പോലെ അല്ല റമദാനിൽ, ശവ്വാലിൽ ഉണ്ടാകുന്നത് പോലെയല്ല. റമദാനിൽ അത് നോമ്പുള്ള എല്ലാ ദിവസവും, അത് ശവ്വാലിൽ നോമ്പെടുക്കുന്നവന് ശവ്വാലിലും. ശവ്വാൽ 1 നോമ്പെടുക്കൽ ഹറാമാണ്. ശവ്വാൽ 1 കഴിഞ്ഞാൽ പിന്നെ 6 ദിവസം പ്രത്യേകം സുന്നത്ത് നോമ്പെടുക്കൽ പ്രത്യേക സുന്നത്താണ്. അത് ശവ്വാലിൽ ഏത് ദിവസവും എടുക്കാമെന്ന് കിതാബുകളിലൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ 6 ദിവസം എടുത്താലേ അത് എടുക്കലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എടുക്കലുണ്ടാവില്ല, അല്ലെങ്കിൽ എടുക്കൂന്നിങ്ങനെ പറയലുണ്ടാവുള്ളൂ. പിന്നെ അത് പിന്നെ 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 അങ്ങനെ ശവ്വാലം കഴിഞ്ഞു. വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്തായ നോമ്പാണത്. ഏതായിരുന്നാലും നോമ്പുകാരനാവുമ്പോ അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഇബാദത്തിൽ മുഴുകുകയാണ്. ആ ബോധം വേണം. നമ്മുടെ സാധനം വിൽക്കുമ്പോഴും സാധനം വാങ്ങുമ്പോഴും ജോലി എടുക്കുമ്പോഴും ബിസിനസ് നടത്തുമ്പോഴും എല്ലാ സമയത്തും ഞാനൊരു ഇബാദത്തിലാണ് എന്ന ബോധം വേണം. അപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ചതുപോലെയുള്ള സംസാരങ്ങളൊന്നും ആ ഇബാദത്തിൽ വെച്ച് സംസാരിക്കരുത്. സംസാരിച്ചാൽ അത് മോശമായ സംസാരമാണെങ്കിൽ നോമ്പിന്റെ പ്രതിഫലം മുഴുവനും നഷ്ടപ്പെട്ടു പോകും. മല്ലം യദഅ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. തെറ്റായ വാചകങ്ങൾ, കളവ് പറയുകയോ ഗീബത്ത് പറയുകയോ മറ്റൊരാളെ കുറ്റം പറയുകയോ അവമതിക്കുകയോ നിന്ദിക്കുകയോ അങ്ങനെയുള്ള സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ നടത്തിയാൽ അവൻ ഭക്ഷണവും പാനീയവും കൈയൊഴിച്ചതുകൊണ്ട് അല്ലാഹുവിനൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ ഗൗരവത്തോടെ കാണും. പരിശുദ്ധ റമദാൻ വരുമ്പോ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർക്ക് സ്വന്തം ചെയ്യുന്ന അമലിന്റെ പുറമെ വേറെ കുറെ ആളുകളെ അമലും അവരെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സ്വഭാവം റമദാനിൽ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. പഴയ കാലത്ത് ഒരു റമദാൻ മുഴുവനും ചുവന്ന കുന്നായിരുന്നു. ചുവന്ന കുന്ന് എന്ന് പറയുന്നത് ഫറൂഖിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അത് നിസ്കാരം 3 മതി എന്ന് പറഞ്ഞിരുന്ന ഒരു മൗലവി, അദ്ദേഹം സുബഹി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഉച്ചിട്ടാ നല്ലതെന്ന് പറഞ്ഞു. ഇശാഹ് 2 റക്അത്തേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അസറും 2 പാടുള്ളൂ. ദുഹറും മഗ്രിബും നിസ്കരിച്ചാൽ നരകത്ത് കിടക്കുമെന്ന് പറഞ്ഞു. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മുശ്രിക്കായി. കാരണം നേരത്തെ അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്, നേരത്തെ മരണപ്പെട്ടു പോയ ഒരാളെ വിളിച്ചു, അങ്ങനെ മരിച്ചവരെ വിളിച്ചാലും മുശ്രിക്കാവുന്ന. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ആശയങ്ങൾ പറഞ്ഞ ഒരു മൗലവി, ആ മൗലവിയെ ഒരു ദിവസം കാണാതെയായിപ്പോയി. അതിന് പല തെരച്ചിലും തെരഞ്ഞു. അങ്ങനെ ഒരു റമദാനിൽ JCB വെച്ചിട്ട് ഒരു കുന്ന് മുഴുവനും മാന്തി. അപ്പൊ അതിങ്ങനെ ചാനലിൽ കാണുമ്പോ ആൾക്കാർ പലരും റമദാനിൽ നോമ്പ് നോറ്റിട്ടും നോമ്പിന് വേണ്ടി ഒരുക്കുമ്പോഴും ഇങ്ങനെ പണ്ഡിതന്മാരെ കുറ്റം പറയാൻ വേണ്ടി അവരുടെ അവസരം ചെലവഴിച്ചു. അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. അതൊരു നോമ്പായിരുന്നു. വേറൊരു റമദാനില് ഒരു ഫിതന ഉണ്ടാക്കുന്ന ഒരു പത്രത്തില് വലിയ ഒരു വാർത്ത വന്നു. ആ വാർത്ത മർക്കസ് പണയത്തിൽ എന്നായിരുന്നു. അന്ന് സിറാജുൽ ഹുദയുടെ പള്ളി ഉദ്ഘാടനം ചെയ്ത ഒരു സമയമായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ആദ്യത്തെ വെള്ളിയാഴ്ച ഞാൻ കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ ആദ്യത്തെ പള്ളി
സുന്നത്ത് ജമാഅത്തിന് ഒരൊറ്റ പള്ളിയും ആ പരിസരങ്ങളിൽ എവിടെയും 11 മഹല്ലിൽ ഇല്ലാത്ത സമയത്ത് ആദ്യമായി ഉണ്ടാക്കിയ പള്ളി. അൽഹംദുലില്ലാഹ് അതിന് ശേഷം ഇപ്പൊ 100ഓളം പള്ളികൾ നിർമ്മിക്കാൻ അല്ലാഹു അവസരം തന്നു. അത് ഈ പള്ളിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടാണ്. ആ പള്ളിയിൽ വെച്ച് അന്ന് വെള്ളിയാഴ്ച ദിവസം ഞാനൊരു പ്രസംഗം നടത്തി. അന്ന് കേസറ്റ് ഇറക്കുന്ന കാലമാണ്. ആ കേസറ്റ് ലോകമൊട്ടാകെ എത്തിക്കാൻ ശ്രമിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പത്രത്തിലോ ചാനലിലോ എന്തെങ്കിലും വന്നാൽ, അന്ന് ചാനൽ അത്ര പ്രസക്തമല്ല, വന്നാൽ ആളുകൾ ഇരുന്നിങ്ങനെ ആലിമീങ്ങൾ ഗീബത്ത് പറയും. അങ്ങനെയുള്ള ഒരു സന്ദർഭം ഒരു റമദാൻ അങ്ങനെ പോയി. വേറെ ചില റമദാനുകൾ അതുപോലെ വേറെയും ചില സന്ദർഭങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇക്കൊല്ലത്തെ റമദാനുണ്ട് കുറച്ചൊക്കെ. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ആളുകളുടെ പറച്ചിലുകൊണ്ട് ആരെ പറ്റിയാണോ പറയപ്പെടുന്നത് അവർക്ക് വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ, അവരെ അമലൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് നീങ്ങാൻ. പക്ഷെ അത് ഈ കക്ഷികൾ അറിയുന്നില്ല. അവരുടെ നഷ്ടപ്പെടാൻ. അല്ലാഹു എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വിഷയങ്ങളെ സംബന്ധിച്ചും വസ്തുതകളെ സംബന്ധിച്ചും ബോധ്യമില്ലാതെ സാധാരണക്കാരായ ആളുകളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അതേ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്ന പുത്തൻവാദികളുടെ ഗൂഢതന്ത്രങ്ങളാണത്. ആ തന്ത്രങ്ങളിൽ ഒന്നും ഈമാനുള്ളവർ പെട്ടുപോകരുത്. നമുക്ക് നമ്മുടെ കാര്യം തന്നെ ധാരാളം ചിന്തിക്കാനും പറയാനുമുണ്ട്. നമ്മൾ ഇതുവരെയായി നിസ്കരിച്ചു. വിനീതനായ ഞാൻ നിസ്കാരം ഒഴിക്കുന്നവനല്ല, ഞാൻ നിസ്കരിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഒരൊറ്റ ദിവസത്തെയും ഒരു നേരത്തെ നിസ്കാരവും തുടക്കം മുതൽ അവസാനം വരെ ചിന്ത മുഴുവനും നിസ്കാരത്തിലും അല്ലാഹുവിലുമായി. എൻ്റെ ജീവിതത്തിൽ ഒരു നിസ്കാരം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. നമ്മളെല്ലാവരും ചിന്തിക്കണം. നമുക്ക് നമ്മുടെ കാര്യം എത്രയുണ്ട് ആലോചിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കൂടെയുള്ള പലരെയും ഇപ്പോൾ കാണുന്നില്ല. അവർ പലരും യാത്ര പോയി. അവർക്ക് നേരത്തെ നോട്ടീസ് കൊടുത്ത് സമയം നിശ്ചയിച്ചിട്ടല്ല അവരാരും യാത്ര പോയത്. നമുക്കും അങ്ങനെ നോട്ടീസൊന്നും കിട്ടൂല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമ്മളും യാത്ര പോകേണ്ടി വരും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഒന്നും നമ്മൾ ഇടപെടാൻ പോകരുത്. നമുക്ക് പരിശുദ്ധ റമദാൻ വരുമ്പോൾ പടച്ചറബിനോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം നോമ്പെടുത്തുകൊണ്ടും, നോമ്പിന്റെ രാത്രി പകലിനേക്കാൾ പ്രശോഭിതമാണ്, ലയാലിഹി അൻവറു മിനൽ അയ്യാം എന്ന് ഇബ്നു നബാത്തത്തുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖുതുബയിൽ, ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ഖുതുബയിൽ പറഞ്ഞതായി നമുക്ക് കാണാം. രാത്രി പകലിനേക്കാൾ ബഹുമാനമാണ്. ഈ രാത്രികളിലും പകലുകളിലും അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച്, അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ നിസ്കരിച്ച നിസ്കാരം, ഇന്ന് വരെ ഞാൻ അനുഷ്ഠിച്ച നോമ്പ്, ഇന്ന് വരെ ഞാൻ ഖുർആൻ ഓതിയത്, ദിക്ർ ചൊല്ലിയത്, സലാത്ത് ചൊല്ലിയത്, കുടുംബബന്ധം ചേർത്തത്, അയൽവാസികൾക്ക് നന്മ ചെയ്തത്, സംഘടനാ പ്രവർത്തനം നടത്തിയത്, സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്, സഹായിച്ചത്, സഹകരിച്ചത്, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിന് എന്തെല്ലാം ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടാകും. ഞാനൊരു ദുർബലനല്ലേ? എൻ്റെ ചിന്തയിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാവില്ലേ? എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാവില്ലേ? അസൂയ എപ്പോഴെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടാവില്ലേ? ആരോടെങ്കിലും വൈരാഗ്യം വന്നു പോയിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഒരുപാട് ന്യൂനതകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരാളല്ലേ ഞാൻ. എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ റബ്ബിനോട് അതെല്ലാം മാപ്പാക്കി അതെല്ലാം ഒന്ന് സ്വീകരിച്ചു കിട്ടണം എന്ന് പറയേണ്ട സമയമാണിത്. ഞാനിപ്പോൾ വേറെ ഒരാളെ കുറ്റം പറയാൻ വേണ്ടി സമയം കാണേണ്ട സമയമല്ല. ഞാൻ എൻ്റെത് ക്ലിയറാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട സമയമാണ് എന്നൊരു ബോധം ഈ സാധുവായ എനിക്കും നിങ്ങൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും ഉണ്ടാകണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകട്ടെ. ആത്മീയമായ ചിന്ത കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും സംസ്കരിക്കട്ടെ. അതേപോലെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവ്വവും അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റുകൾ
അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ചെയ്തു പോയ തെറ്റുകൾ. ആ തെറ്റുകളെ സംബന്ധിച്ചും അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ. അതിന് നമ്മൾ സന്നദ്ധരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വലിയ കാരുണ്യമുള്ള രാജാവാണ്. അവന്റെ കാരുണ്യത്തിന് അറ്റമില്ല. 100 റഹ്മത്തുണ്ടവന് എന്നൊരു ഹദീസിൽ കാണാം. അതിൽ 99 മോമിനീങ്ങൾക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. 1 മാത്രമാണ് ഭൂമി ലോകത്ത് സൃഷ്ടികൾക്കിടയിൽ ഇറക്കിയിരുന്നു. ആ റബ്ബിന്റെ വലിയ റഹ്മത്താണ് ഈ പരിശുദ്ധ റമദാൻ നമുക്ക് നിശ്ചയിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് പഠിച്ചവനോട് പറയണം, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. വെറുതെ അതങ്ങനെ പാടിയാ പോരാ. അല്ലാഹുവേ, നീ വലിയ കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്, നീ എനിക്ക് കാരുണ്യം ചെയ്യണം എന്നത് പഠിച്ചവനോട് മനസ്സറിഞ്ഞ് പറയേണ്ട സമയമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. സ്വർഗം ചോദിക്കാനും നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാനും ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പ് പറയാനുമുള്ള ദിക്ർ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റമദാൻ. റമദാനുൽ ഷരീഫ് ഷഹ്റുൽ മുവാസാത്ത്, സഹായങ്ങളുടെ മാസമാണ്. എന്തെല്ലാം സഹായങ്ങൾ ഏതെല്ലാം സൃഷ്ടികൾക്ക് എങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതിന് തെരഞ്ഞെടുക്കേണ്ട മാസമാണ് റമദാൻ. റമദാൻ എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങളെ കൊണ്ട് നിറക്കുന്ന ഒരു മാസം. അതിൽ പലതുണ്ട്. റമദാനിലാണ് ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇത്തികാഫിരിക്കലല്ലോ. ബദർ യുദ്ധം എന്ന് പറയുന്നത് ഖുർആൻ ഓതലല്ലോ. ആ സമയത്ത് സഹാബത്ത് ഖുർആൻ ഓതിയിട്ടുണ്ടാകാം, ദിക്ർ ചൊല്ലിയിട്ടുണ്ടാകാം. അവരെ സമയമൊന്നും അവരങ്ങനെ നഷ്ടപ്പെടുത്തുന്നവരല്ല. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്തും തഖ്വയും ഏറ്റിത്തരട്ടെ. പക്ഷേ ഇസ്ലാമിക പ്രവർത്തനം, ഇസ്ലാമിനെ ഇവിടെ ഉണ്ടാക്കി നിലനിർത്തി വെക്കാനുള്ള അധ്വാനം, അതാണല്ലോ ജിഹാദ്. അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തി. അവരപ്പോൾ പള്ളിയിൽ ഇത്തികാഫ് വരുന്നെങ്കിൽ ഇവിടെ ഇസ്ലാം ദീൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ ബദർ യുദ്ധത്തിന് പോയി. അതേപോലെ തന്നെ റമദാനിലാണ് ഫത്ഹ് മക്ക നടന്നത്, മക്ക വിജയം. അതിനുവേണ്ടി അവർ മദീനയിൽ നിന്ന് മക്ക വരെ പോയി. അതേ സമയത്ത് അവർ പള്ളിയിൽ ഇത്തികാഫിരിക്കൽ മാത്രമാണ് ദീൻ എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. പള്ളിയിൽ ഇത്തികാഫിരിക്കുന്ന വലിയ ഒരു പുണ്യകർമ്മമാണ്. കഴിവിന്റെ പരമാവധി പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ നോക്കണം. ഇത്തികാഫ് എന്ന് പറയുന്നത് പള്ളിയിൽ പോയി അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി അവന്റെ വീട്ടിൽ പോയി കൂടുക, അതാണ് ഇത്തികാഫ്. ഇരിക്കുക എന്നുള്ളത് ഒരു പ്രയോഗമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. പട്ടിണി കിടക്കുക എന്ന് പറയുന്നത് പോലെയാണ്. കിടക്കണം എന്നില്ല, അവരിയ്ക്കണം എന്നില്ല. നിന്നാലും കിടന്നാലും ഇരുന്നാലും നടന്നാലും ഒക്കെ ഇത്തികാഫ്. പള്ളിയിൽ പോയി കൂടുക, അതാണ് ഇത്തികാഫ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി. ആ ഇത്തികാഫ് വലിയ പുണ്യമുള്ളതാണ്. പ്രത്യേകിച്ച് റമദാനിൽ, പ്രത്യേകിച്ച് നോമ്പുള്ള സമയത്ത്. നോമ്പുണ്ടായാലേ ഇത്തികാഫ് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ ഇമാമികളുണ്ട്. അപ്പൊ നോമ്പിന് വലിയ പുണ്യകർമ്മമാണത്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസം പരമാവധി ഖുർആൻ ഓതാൻ വേണ്ടി സമയം കാണണം. ഓതണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഓതാണ്ട് നടക്കുമോ? അതിനെന്ത് വേണം? സമയം നിശ്ചയിക്കണം. ഞാൻ സുബഹിന് മുമ്പ് അല്ലെ സുബഹിക്ക് ശേഷം ഇത്ര ജുസ് ഓതും തീരുമാനിക്കണം. അതുപോലെ ഓരോ സമയം നമുക്ക് ഏതാണോ അനുയോജ്യമായ സമയം, ആ സമയത്ത് ഇത്ര ജുസ് ഞാൻ ഓതും എന്ന് നേരത്തെ തീരുമാനിച്ചിട്ട് നടപ്പാക്കണം. അല്ലെങ്കിൽ ഓതലുണ്ടാവില്ല. ഖുർആൻ ധാരാളമായി ഓതാൻ നോക്കണം. ദിക്റുകൾ, സുന്നത്തായ ദിക്റുകളൊക്കെ കൊണ്ടുവരാൻ നോക്കണം. രാവിലെയും വൈകുന്നേരം പ്രത്യേകം സുന്നത്തുള്ള ദിക്റുകളുണ്ട്. അതാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വിറുദുൽ ലത്തീഫ് എന്ന പേരിൽ സമാഹരിച്ചത്. ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റുകൾ, ഹദീസിൽ വന്ന ദിക്റുകളാണ് അത് അധികവും. അത്തരം ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി നോക്കണം. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പലപ്പോഴും ഞാൻ പല സ്റ്റേജിലും ഉണർത്തിയതാണ്. നമ്മൾ ആയത്തുൽ കുർസി ഓതും, ഖുൽ ഹുവല്ലാഹു അഹദും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി 2 കൈയിലും ഊതി എന്നിട്ട് ശരീരത്തിൽ തടവും. അതെല്ലാം നല്ലതാണ്. എന്നാൽ അതിൻ്റെ പുറമെ ഒരു 33 സുബ്ഹാനല്ലാഹ്,
ഒരു 33 അൽഹംദുലില്ലാ, ഒരു 34 അല്ലാഹു അക്ബർ, അങ്ങനെ 100. സാധാരണ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ 34 അല്ലാഹു അക്ബർ അല്ല. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ യുഹ്യി വയുമീതു വേണമെന്നില്ല. അത് അങ്ങനെയാണത് 100 പൂർത്തീകരിക്കുന്നത്. ഇവിടെ 34 അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ടാണ് പൂർത്തീകരിക്കുന്നത്. ഇതൊന്നും നമ്മളെ വകയിൽ നമ്മൾ ഉണ്ടാക്കില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അധ്വാനിച്ച് ശരീരത്തിൽ തഴമ്പിച്ച് വേദനിക്കുന്നത് കണ്ടിട്ട് അലി റളിയല്ലാഹു അൻഹു, നിങ്ങൾ പോയി ബാപ്പയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വന്റിനും കിട്ടും, അധ്വാനിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ സമീപിക്കാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ പ്രമുഖരായ ആളുകളുമായുള്ള ചർച്ചയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാഷ്ട്രത്തലവനും കൂടിയാണല്ലോ. എല്ലാവരും സത്യത്തിലേക്ക് വരണം എന്ന നിലക്ക് നബിതങ്ങൾ എല്ലാവരുമായും ചർച്ച ചെയ്യും. അതിൽ ചിലപ്പോൾ ഇസ്ലാമിന്റെ കഠിന വിരോധികളായിരിക്കും. അപ്പൊ അവരുമായിട്ടും ചർച്ച ചെയ്യും, അവരിൽ നിന്നും കേൾക്കും, അവരോട് പറഞ്ഞ അങ്ങോട്ട് പറയും. അങ്ങനെയാണ് ഒരു നേതൃത്വം എന്ന് പറയുന്നത്. നേതൃത്വം അല്ല അവനെ തൊടൂല ഇവനെ തൊടൂല, അങ്ങനെയൊന്നല്ല. എല്ലാവരുമായും സംവദിക്കേണ്ടി വരും ഒരു നേതാവ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രമുഖരായ പലരുമായി സംസാരിക്കാൻ. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി, വലിയ ബുദ്ധിമതിയായ സ്ത്രീയാണ്. അവർ ഒന്നും പറയാതെ തിരിച്ചു വന്നു. പക്ഷേ മകൾ വന്ന് തിരിച്ചു പോയത് അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മകളെയും നോക്കി അങ്ങോട്ട് വീട്ടിലേക്ക് പോയി. അവിടുത്തെ ഒരു സ്വഭാവം നോക്ക് നിങ്ങൾ. ചെറിയവര് വലിയവര് എന്നതില്ല. എല്ലാവരോടും വളരെ ലോലമായ പെരുമാറ്റം, അതാണ് ഒരു നേതൃത്വത്തിന് വേണ്ടത്. മകളെയും നോക്കി അങ്ങോട്ട് പോയി. മകളും ഭർത്താവായ അലി റളിയല്ലാഹു അൻഹും കിടക്കാൻ പോവാണ്. എന്തിനാണ് മകൾ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു വിഷയം ഉണർത്തി. അപ്പോൾ പറഞ്ഞു കൊടുത്തതാണ്, അതിനേക്കാൾ നല്ലത്, സർവന്റിനെ കിട്ടുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞു തരട്ടെ. അതിനേക്കാൾ നല്ലതല്ലേ വേണ്ടത്. എന്നാൽ ഉറങ്ങാൻ കിടക്കും 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ മകള് ചൊല്ലിക്കോ. അത് സർവന്റിനെ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല. സുഹൃത്തുക്കളെ, നമുക്ക് ഇതിനാകെ ചൊല്ലാൻ 2 മിനിറ്റ് മതി. ഇപ്പൊ പരിശുദ്ധ റമദാനല്ലേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ എല്ലാവരും ചൊല്ലിയല്ലേ. ഇതിനെ തീരുമാനം എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ അമലുകൾ കൊണ്ടുവരണം. അങ്ങനെ അമലുകൾ കൊണ്ടുവരുമ്പോൾ അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാക്കണം. അങ്ങനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ 100 ദിക്ർ ചൊല്ലുമ്പോ 1000 പ്രതിഫലം നമ്മളുടെ അക്കൗണ്ടിലേക്ക് പോകും. ഒന്നിന് 10 ഇരട്ടിയാണ്. റമദാൻ അല്ലാത്തപ്പോഴടക്കം, റമദാനിലുള്ള പിന്നെ പറയണ്ട. അത് അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയത്ത് ഒരു 1000 പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് പോകാൻ. ഈ 100 ദിക്ർ ചൊല്ലാൻ നമ്മൾ സന്നദ്ധരാകണം. 2 മിനിറ്റ് മതി. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. നല്ല കാര്യങ്ങൾ ധാരാളം പ്രവർത്തിക്കണം. പലപ്പോഴും ഞാനിവിടെ വന്നപ്പോ നമ്മൾ